എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കഥയാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കുട്ടി ഹനുമാന്റെയും ആകാശത്ത് കണ്ട ഒരു വലിയ പഴത്തിന്റെയും കഥ. അപ്പോ ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ, കുട്ടി ഹനുമാൻ. ആളൊരു സാധാരണ കുട്ടിയാണെന്നൊന്നും വിചാരിക്കണ്ട. ഭയങ്കര ശക്തിയും സ്പീഡും ഒക്കെയാണ്. പോരാത്തതിന് കുറച്ച് കുസൃതിയും കൂടുതലാ. അത്രയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഹനുമാൻ എഴുന്നേറ്റപ്പോഴോ സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. വയറ്റിലെന്തോ പെരുമ്പര കൊട്ടുന്ന പോലെ. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ, അതും എന്തെങ്കിലും വലുതു തന്നെ വേണം. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഹനുമാൻ എങ്ങനെ ചുറ്റും നോക്കുക, എന്താ ഇപ്പൊ കഴിക്കാന്നാലോചിച്ച്. അപ്പോഴാണ് കേട്ടോ അവൻ മുകളിലേക്ക് നോക്കുന്നത്. ആകാശത്ത് കിഴക്ക് ഭാഗത്തായിട്ട് നല്ല ഓറഞ്ച് നിറത്തിൽ ഉരുണ്ടു തിളങ്ങുന്ന സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നു. സൂര്യനെ കണ്ടതും നമ്മുടെ ഹനുമാന്റെ കുസൃതി മനസ്സ് വേറൊരു രീതിയിലാ ചിന്തിച്ചത്. അവനതൊരു സൂര്യനായിട്ടൊന്നും തോന്നിയില്ല, മറിച്ച് നല്ല പഴുത്തു തുടുത്ത വലിയൊരു മാമ്പഴം. ഹോ, അത് കണ്ടപ്പോ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വായില് വെള്ളമൂറി. ഇതിപ്പ തന്നെ പോയി പറിച്ചു തിന്നണം, അവനങ്ങ് ഉറപ്പിച്ചു. പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ഹനുമാൻ ഒറ്റച്ചാട്ടം അങ്ങോട്ട് ചാടി. അതൊരൊന്നൊന്നര പറക്കലായിരുന്നു. നേരെ ആകാശത്തേക്ക്. മേഘങ്ങളെയൊക്കെ സൈഡാക്കി ആ വലിയ മാമ്പഴം ലക്ഷ്യമാക്കി മുകളിലേക്ക്, പിന്നെയും മുകളിലേക്ക് കുതിച്ചുപാഞ്ഞു. ഹനുമാനിങ്ങനെ റോക്കറ്റ് പോലെ പറന്നുപോകുന്നത് സ്വർഗത്തിലിരുന്ന് ദേവന്മാരൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവർക്കാകെ ഒരു ടെൻഷൻ. ഒരു ചെറിയ കുട്ടി ഒറ്റയ്ക്ക് സൂര്യന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് അവർ ശരിക്കും പേടിച്ചുപോയി. അവർക്ക് പേടിയാവാൻ കാരണമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹനുമാൻ ഒരു പഴമാണെന്ന് വിചാരിച്ച് സൂര്യനെങ്ങാനും കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ലോകം മുഴുവൻ കൂരിരുട്ടിൽ മുങ്ങിപ്പോവില്ലേ? വെളിച്ചമില്ലാതാവും. അപ്പോ ഹനുമാനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, വേറെ വഴിയില്ല. അതുകൊണ്ട് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഒരു കടുത്ത തീരുമാനമെടുത്തു. തന്റെ കയ്യിലുള്ള ഏറ്റവും ശക്തിയേറിയ ആയുധം വജ്രായുധം പുറത്തെടുത്തു. ഇന്ദ്രൻ ആ വജ്രായുധം ഹനുമാന്റെ നേരെ പ്രയോഗിച്ചു. ഠേ എന്നൊരു ശബ്ദത്തോടെ അത് ഹനുമാന്റെ ദേഹത്തു കൊണ്ടു. പാവം, ആ ഇടിയുടെ ശക്തിയിൽ അവന് പരിക്കുപറ്റി ബോധം പോയി. നേരെ ആകാശത്തുനിന്ന് താഴേക്കു വീണു. തന്റെ മോനിങ്ങനെ ഒരു അപകടം പറ്റിയത് കണ്ടപ്പോ ഹനുമാന്റെ അച്ഛനായ വായുദേവന് അത് സഹിക്കാനേ പറ്റിയില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് കണ്ണു കാണാതായി. ആ ദേഷ്യത്തില് വായുദേവൻ ചെയ്തതെന്താണെന്നോ? അദ്ദേഹം ഭൂമിയിലെ കാറ്റിനെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നിർത്തിക്കളഞ്ഞു. അതെ, ഭൂമിയിൽ ഒരിടത്തും കാറ്റില്ല, ഒരെല പോലും അനങ്ങുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, കാറ്റില്ലെങ്കിൽ നമ്മളെങ്ങനെയാ ശ്വാസമെടുക്കുക? ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും, മനുഷ്യരും മൃഗങ്ങളും പക്ഷികളുമെല്ലാം ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടാൻ തുടങ്ങി. ശരിക്കും ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു അത്. അപ്പോഴാണ് കേട്ടോ ദേവന്മാർക്ക് തങ്ങൾ ചെയ്തത് എത്ര വലിയ അബദ്ധമാണെന്ന് മനസ്സിലായത്. അവര് നേരെ വായുദേവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് കാലുപിടിച്ച് മാപ്പ് പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ദയവായി ഞങ്ങളോട് ക്ഷമിക്കണം. ഹനുമാൻ ഒരു സാധാരണ കുട്ടിയല്ല, അവൻ വളരെ സ്പെഷ്യലാണ്. ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അറിയാതെ പറ്റിയൊരു തെറ്റാണ്. ദയവായി ഞങ്ങൾക്ക് മാപ്പ് തരണം. വായുദേവന്റെ ദേഷ്യം മാറ്റാനും പിന്നെ പരിക്ക് പറ്റിക്കിടക്കുന്ന ഹനുമാനെ പഴയതിലും മിടുക്കനാക്കാനും വേണ്ടി ദേവന്മാർ ഒരു കാര്യം തീരുമാനിച്ചു. അവൻ ഒരുപാട് അത്ഭുത ശക്തികൾ, അതായത് വരങ്ങൾ, സമ്മാനമായി നൽകാൻ. അങ്ങനെ ദേവന്മാരെല്ലാം ചേർന്ന് ഹനുമാനെ അനുഗ്രഹിച്ചു. അവനിപ്പോ എന്തൊക്കെ പുതിയ പവേഴ്സ് കിട്ടിയെന്നോ! അതിരുകളില്ലാത്ത ശക്തി, പിന്നെ ഇഷ്ടം പോലെ പറന്ന് നടക്കാനുള്ള കഴിവ്, നല്ല ബുദ്ധിയും അറിവും, കൂടെ ആരെയും പേടിയില്ലാത്ത അസാമാന്യ ധൈര്യവും. ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആയി മാറി. പക്ഷേ ഈ ശക്തികളൊക്കെ കൊടുത്തതിന്റെ കൂടെ ദേവന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശവും കൊടുത്തു. ഹനുമാൻ ഈ കഴിവുകളൊന്നും ഒരിക്കലും ഒരു ചീത്ത കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ആ ഉപദേശം കേട്ടപ്പോൾ ഹനുമാന് വലിയ സന്തോഷമായി. അവൻ ചിരിച്ചുകൊണ്ട് അവർക്ക് വാക്കുകൊടുത്തു, തീർച്ചയായും എന്റെ ഈ കഴിവുകൾ കൊണ്ട് ഞാൻ എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യൂ, എല്ലാവരെയും സഹായിക്കും എന്ന്. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കഴിവുകളോ ശക്തിയോ ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ആ കഴിവുകൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പോ ഈ കഥ ഇവിടെ തീരുവാ. പോകുന്നതിനു മുൻപ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളില്ലേ?
ചിലർക്ക് നന്നായി പാടാൻ പറ്റും, ചിലർക്ക് വരയ്ക്കാൻ, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, അങ്ങനെ പലതും. നമ്മുടെയൊക്കെ ആ കഴിവുകൾ, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എങ്ങനെ മറ്റുള്ളവർക്കൊരു സഹായമാക്കാം?